പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സ്വാന്തനം എന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവവചനം വീണ്ടും ഒരു പ്രാവശ്യം കൂടി പ്രഘോഷിക്കുവാൻ തക്കവണ്ണം അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയ വിശ്വാസികളെ, ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 39:21. എന്നാൽ യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. യോസേഫിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാകില്ലല്ലോ. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും പ്രായോഗിക ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊന്നുകൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്നുള്ളത് ആ വിശ്വാസത്തോടെ ശുശ്രൂഷയിൽ കടക്കട്ടെ. സ്ഥിരമായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന, സുവിശേഷ യോഗങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ തൻ്റെ കൂട്ടുകാരനോട് പങ്കുവച്ച ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അയൽവാസി മത്തായി ചേട്ടൻ്റെ കാര്യമൊന്ന് പറയാം. നേരത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയും ആയിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കുവാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം വിദ്യാഭ്യാസം മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ പഠനം കഴിഞ്ഞപ്പോഴുണ്ട് ഒരാൾക്ക് വിദേശത്ത് നല്ല ജോലി കിട്ടി, ഒരാൾ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചു. രണ്ടുപേർക്കും നല്ല വരുമാനമായി. മത്തായി ചേട്ടന് ഈയിടെ കുറച്ച് സ്ഥലമെല്ലാം വാങ്ങിക്കൂട്ടി, വീട് നന്നായി പുതുക്കി പണിതു, വാഹനം വാങ്ങിച്ചു. വലിയ അനുഗ്രഹമായിട്ടിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ എൻ്റെ കാര്യം നോക്കിക്കേ, മക്കളെ രണ്ടുപേരെയും ഞാൻ ആവുന്നത് പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. പക്ഷേ രണ്ടുപേർക്കും ആ പഠിച്ചതിൻ്റെ അനുസരിച്ച് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയ ജോലി കിട്ടിയത്. അതുകൊണ്ട് ശമ്പളവുമില്ല, നല്ല ശമ്പളവുമില്ല, വരുമാനവുമില്ല. ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് വീടൊന്ന് പുതുക്കി പണിയണം, നല്ല വീടൊന്ന് വെക്കണം. ഇതുവരെയും സാധിച്ചിട്ടില്ല. മത്തായി ചേട്ടനെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായി ചേട്ടൻ്റെ കൂടെ ദൈവമുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല. എന്താണ് ഇങ്ങനെ? ഈ മനുഷ്യൻ ചോദിക്കുകയുണ്ടായി. ഇതുപോലെ ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ട്, എന്തേ ദൈവം ഇടപെടാത്തത്? ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ഈ ലോകത്തിൻ്റെ കൂടെ ഇല്ലേ? അല്ലെങ്കിൽ ദൈവം ക്രൂരനാണോ എന്നെല്ലാം ചിന്തിക്കുന്നു. നമ്മളിങ്ങനെയെല്ലാം ചിന്തിക്കുവാൻ കാരണം, നമ്മൾ ആദ്യം വായിച്ച ആ വേദഭാഗത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിക്രൂരമായ വിധത്തിൽ സ്വന്തം സഹോദരന്മാർ അടിമയായി വിറ്റിട്ടും യോസേഫ് മിസ്രൈമിൽ മന്ത്രിയായി ഉയർത്തപ്പെട്ടു എന്നുള്ള ആ സംഭവത്തിലാണ്. ആ മന്ത്രിയായി അവൻ വിരാജിക്കുന്ന ആ സന്ദർഭം നമ്മൾ കാണുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോടു കൂടെ ഇരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, യോസേഫിൻ്റെ ജീവിതത്തിലെ ആ ഉന്നതമായ സ്ഥാനലബ്ധിയിൽ മാത്രമല്ല, മുൻകാലങ്ങൾ അല്ലെങ്കിൽ യോസേഫിൻ്റെ ബാല്യം മുതൽ എല്ലാ രംഗങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തോടു കൂടെ ഇരുന്നു എന്നുള്ളതാണ്. ആ ഭാഗമെല്ലാം പരിശോധിക്കുമ്പോൾ സ്വന്തം സഹോദരന്മാർ ഇവനോട് അസൂയ പൂണ്ടുകൊണ്ട് അവൻ്റെ ആ നിലയെങ്കി അഴിച്ചെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് അവൻ തള്ളിയിടുന്നുണ്ട്. അവനെ കിടന്ന് നിലവിളിക്കുന്നു. പിന്നീട് കൊല്ലുവാൻ പദ്ധതിയിട്ട, പക്ഷെ കൊല്ലുന്നില്ല. പിന്നീട് അതുവഴി വന്ന ഇസ്മായിലിൻ്റെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് അനുജനെ വിറ്റ് കളയുകയാണ്. അവൻ കേണപേക്ഷിക്കുന്നു, നിലവിളിക്കുന്നു, ചേട്ടന്മാരെ എന്നെ വിറ്റ് കളയരുത്, അടിമയായി വിറ്റ് കളയരുതെന്ന് കേണപേക്ഷിച്ചിട്ട് പോലും അത് വകവയ്ക്കാതെ മനസ്സാക്ഷിയില്ലാതെ സ്വന്തം ചേട്ടന്മാർ അവനെ വിറ്റ് കളഞ്ഞു. പിന്നീട് ഈ കച്ചവടക്കാർ മിസ്രൈമിൽ അടിമച്ചന്തയിലേക്ക് യോസേഫ് എന്ന ബാലനെ കൊണ്ടുപോകുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെയാണ് യാത്ര. കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് കയറിയാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ അടിമയെ ഒട്ടകപ്പുറത്ത് കയറ്റില്ലല്ലോ. അടിമയായ യോസേഫിൻ്റെ അരയിലൊരു കയറ് കെട്ടിയിട്ട് കയറിൻ്റെ മറ്റേയറ്റം ഒട്ടകത്തോട് ബന്ധിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നടന്നു പോവുകയാണ്. കുറച്ചൊക്കെ നടന്നു കാണും, പക്ഷേ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല,
ഈ യോസേഫ് പലപ്പോഴും വഴിയിൽ വീണ് കാണും. വീണപ്പോൾ അവിടെ ഒട്ടകം നിൽക്കുന്നില്ല, മറിച്ച് ഒട്ടകം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ വലിച്ചിഴച്ച് അതിദാരുണമായ ഒരു യാത്രയായിരുന്നു ഈ മിസ്രൈമിലെ അടിമച്ചന്ത വരെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം തിരിച്ചറിയേണ്ടത്, ഈ ആദ്യം പറഞ്ഞ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട സമയം, ആ കാര്യങ്ങളെല്ലാം മുതൽ ഈ അടിമച്ചന്ത വരെ നീണ്ടുനിന്ന ആ ദുരിതയാത്രയിലും യഹോവ യോസേഫിനോട് കൂടിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമല്ല ആ സമയത്ത് ദൈവം തമ്പുരാൻ യോസേഫിന് കൊടുത്ത്, മറിച്ച് അത് സഹിക്കാനുള്ള കൃപ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയുമല്ല, പിന്നീട് നാം കാണുന്നത് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ നിർദോഷിയായ നിഷ്കളങ്കനായ യോസേഫ് അപമാനിതനായി തീർന്ന് അവൻ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയാണ്. പക്ഷേ അവിടെയും ദൈവകൃപ കൂടെ ഉണ്ടായിരുന്നു. അവിടെ പാനപാത്രവാഹകൻ അവനെ സഹായിക്കാമെന്ന് ഏറ്റു. പക്ഷേ ശുഭകാലം വന്നു കഴിഞ്ഞപ്പോൾ അക്കാര്യം മറന്നുപോയി. പക്ഷേ പിന്നീട് ഇവൻ യോസേഫ് മന്ത്രിയായി ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ ഫറവോൻ്റെ രണ്ടാം രഥത്തിൽ രാജവീതിയിലൂടെ മന്ത്രിയായി എഴുന്നള്ളി വരുന്ന യോസേഫിൻ്റെ ആ വരവ് കാണുമ്പോൾ നാം ചിന്തിക്കുന്നു, യഹോവ യോസേഫിനോട് കൂടിയിരുന്നു എന്നുള്ളത്. എന്നാൽ ആ ഉന്നത സ്ഥാനലബ്ധിയിലേക്ക് യോസേഫിനെ കൊണ്ടുവന്നതായ ആ പഴയകാല ജീവിതത്തിൻ്റെ എല്ലാ ദുരിത മേഖലകളിലും യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നേഹിക്കപ്പെട്ടവർ, അതുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ദൈവത്തെ തള്ളിപ്പറയാൻ ഇടവരാതെ, മറിച്ച് ഇന്ന് മറ്റെല്ലാ രംഗങ്ങളിലും എല്ലാ ആശ്രയ സ്ഥാനങ്ങളിലെല്ലാം നമുക്ക് അഭയം കിട്ടാതെ വരുമ്പോൾ നാം ചിന്തിക്കണം, ദൈവത്തിന് ഇടപെടാൻ സാധിക്കും. ദൈവത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ സാധിച്ചാൽ, തന്നെയുമല്ല ഈ ദുരിതകാലങ്ങളിലും എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണയുണ്ട് എന്നുകൂടി നാം ചിന്തിക്കണം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ വായിച്ചതുപോലെ യഹോവ യോസേഫിനോട് കൂടിയിരുന്നു. ഒപ്പം നാം ചിന്തിക്കേണ്ട കാര്യം, യോസേഫും ദൈവത്തോടു കൂടെയായിരുന്നു. ആ ദൈവത്തിൻ്റെ വലങ്കരം പിടിച്ചുകൊണ്ടാണ് ജീവിതയാത്രയിൽ യോസേഫ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ വെറുതെ പറഞ്ഞു വയ്ക്കുകയല്ല, മറിച്ച് യോസേഫിൻ്റെ ജീവിതത്തിൽ നാം അത് കാണുകയാണ്, അവൻ്റെ സ്വഭാവ മഹിമയിലൂടെ കാണുകയാണ്. വാസ്തവത്തിൽ സമ്പത്ത് കാലത്ത് മാത്രമല്ല, അല്ലെങ്കിൽ സമ്പത്തുണ്ടാകുമ്പോൾ, അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, ആദ്യം പറഞ്ഞ ആ ഉദാഹരണത്തിലൂടെ ആ മത്തായി ചേട്ടന് അഭിവൃദ്ധി ഉണ്ടായപ്പോൾ ദൈവം ആ മത്തായി ചേട്ടൻ്റെ കൂടെയുണ്ട് എന്ന് അയൽവാസി പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ആ അഭിവൃദ്ധിയുള്ള അനുഗ്രഹമുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല ദൈവസാന്നിധ്യം ഉണ്ടാകുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളിലും ദുരിതങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ട്. അത് സത്യമാണ്. ആ ദൈവസാന്നിധ്യം കൂടുതൽ വെളിവാകുന്നത് പരിശോധനകളുടെ മധ്യത്തിലാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ ആ പരിശോധനകളുടെ മധ്യത്തിലും ദൈവസാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോസേഫിൻ്റെ ജീവിത മേഖലകൾ സാക്ഷ്യമായി നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാമത്തെ തിരുവചനത്തിൽ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാണനെ വിട്ടത് കണ്ടിട്ട് ശതാധിപൻ പറയുകയാണ്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം. എത്രയോ ശ്രേഷ്ഠമായ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ശതാധിപൻ പറയുന്നത്. കാരണം ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളും പ്രാർത്ഥനയും ക്രിസ്തുവിൻ്റെ ആ മനോഭാവമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ക്രിസ്തു പ്രാണനെ വിട്ടു കഴിഞ്ഞപ്പോൾ ശതാധിപന് മനസ്സിലായി, തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ശതാധിപന് മനസ്സിലായി, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് ലോകത്തോട് ശതാധിപൻ വിളിച്ചു പറയുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഉണ്ട് എന്ന്, കർത്താവ് ഇടപെടുന്നുണ്ട് എന്ന് മറ്റുള്ളവർ വിളിച്ചു പറയണമെങ്കിൽ
നമ്മുടെ ജീവിതവും സാക്ഷ്യം നിറഞ്ഞ ജീവിതമായി തീരണം. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. അതെങ്ങനെയാണ് അവനിൽ വിളങ്ങിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആ ദൈവസാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് 3 രംഗങ്ങളിൽ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. ഒന്നാമതായി, നിഗളത്തിന്മേൽ യോസേഫിന് വിജയം നേടാൻ സാധിച്ചു. യോസേഫിന് നിഗളമുണ്ടായിരുന്നോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ വേദശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം അഭിപ്രായപ്പെടും. നമുക്ക് അതൊന്ന് ധ്യാനിക്കുമ്പോൾ ബാല്യം മുതലേ ഒരു ചെറിയ നിഗള സ്വഭാവം യോസേഫിനുണ്ടായിരുന്നു. അവൻ്റെ സ്വപ്നങ്ങളിൽ അത് പ്രകടമായിരുന്നു. അതുകൊണ്ടാണ് വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരുടെ കറ്റകൾ യോസേഫിൻ്റെ കറ്റയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു എന്നതായി അവൻ സ്വപ്നം കണ്ടത്. തന്നെയുമല്ല, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവൻ നമസ്കരിക്കുന്നുള്ള സ്വപ്നം കൊണ്ട് തന്നെയുമല്ല, അത് സഹോദരന്മാരോടും അമ്മയോടും അപ്പനോടുമെല്ലാം ഇവൻ വിളിച്ചു പറയുന്നുണ്ട്. യാക്കോബ് അവനെ ശാസിക്കുന്നുണ്ട്. നീ എന്താണ് പറയുന്നത്? നിൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരും നിന്നെ സാഷ്ടാംഗ പ്രണാമം ചെയ്യണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യോസേഫിനെ ശാസിക്കുന്നുണ്ട്. തന്നെയുമല്ല, ചേട്ടന്മാരൊക്കെ ആടുകളെ മേയ്ക്കാനും വയലിലെ പണിക്കും പോകുമ്പോൾ അപ്പൻ്റെ വാത്സല്യഭാജനമായ യോസേഫ് അപ്പം കൊടുത്തതായ ആ നിലയെങ്കിലെല്ലാം ധരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ഇതെല്ലാം അഹംഭാവത്തിന് പാത്രമായി കാണും. എന്നാൽ പിന്നീട് ആ നിലയെങ്കി സഹോദരന്മാർ ഊരിയെടുത്ത് പൊട്ടക്കിണറ്റിൽ തള്ളിയിടുമ്പോൾ, അതിനുശേഷം 20 വെള്ളിക്കാശിന് കച്ചവടക്കാർക്ക് അടിമയെ വിൽക്കുമ്പോൾ, പിന്നീട് പൊത്തിഫേറിൻ്റെ അതുപോലെ തന്നെ ആ മരുഭൂമിയിലുള്ള യാത്ര, ദുരിതയാത്ര, പിന്നീട് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അപമാനം, പിന്നീട് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ ശോധനകളിലൂടെ കടന്നു പോയപ്പോൾ ദൈവകൃപ അല്ലെങ്കിൽ യഹോവ യോസേഫിനോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് യോസേഫിൻ്റെ നിഗളമെല്ലാം മാറി അവൻ വിനീതനായി മാറി. പ്രിയമുള്ളവരെ, ആ നിഗള സ്വഭാവത്തിന്മേൽ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. രണ്ടാമതായി, മോഹത്തിന്മേൽ വിജയം നേടുവാനായിട്ട് അവന് സാധിച്ചു എന്നുള്ളതാണ്. 25 വയസ്സ് പ്രായമുള്ള ആ അടിമ നന്നായി ജോലി ചെയ്യുന്നത്, കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പൊത്തിഫേറിന് വലിയ വാത്സല്യം തോന്നി, താല്പര്യം തോന്നി. മറ്റ് അടിമകളെ പോലെയല്ലല്ലോ ഇവൻ. അതുകൊണ്ട് ആ ഭവനത്തിൻ്റെ മേൽവിചാരകനായി മാറ്റുകയാണ്. എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഈ സമയത്താണ് 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള കോമളനായ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അരുതാത്ത ആഗ്രഹം പൊത്തിഫേറിൻ്റെ ഭാര്യയ്ക്ക് തോന്നിയത് സ്വാഭാവികമാണ്. പലവട്ടം പ്രലോഭിപ്പിച്ചു, പക്ഷേ പ്രലോഭനത്തിൽ വീഴുന്നില്ല. അവസാനം അവൾ അവനെ കയറി പിടിക്കുന്ന സമയം മറ്റാരാണെങ്കിലും അതിൽ വീണു പോയേനെ. എന്നാൽ യോസേഫ് അവിടെ പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ആ കുപ്പായമെല്ലാം ഊരിക്കളഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജഡത്തിൻ്റെ ആസക്തിയുടെ മേൽ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. നമ്മളും ചിന്തിക്കണം. ഒത്തിരി ആളുകൾ ഈ കാലഘട്ടങ്ങൾ വീണു പോകുന്നുണ്ട് ജഡത്തിൻ്റെ ആസക്തിയിന്മേൽ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്ന സംക്ഷിപ്ത രൂപം, നമ്മുടെ ശരീരങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിനെന്ന് വിശുദ്ധ പൗലോസ് നമ്മളോട് പങ്കുവെക്കുമ്പോൾ, അത് പൗലോസ് പറയുന്നതിന് മുമ്പ് തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രാവർത്തികമാക്കിയവനാണ് നമ്മുടെ യോസേഫ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവ പൈതലാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അരുതാത്ത കാര്യങ്ങൾ വരുമ്പോൾ, 10-25 വർഷങ്ങൾക്ക് മുൻപ് അന്ന് പ്രസംഗിക്കുന്ന അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമായിരുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കലങ്കിൽ പോയിരിക്കരുത്, കടത്തിണ്ണയിൽ പോയിരിക്കരുത്, അരുതാത്ത വഴിക്ക് പോകരുത്, ചീത്ത കൂട്ടുകെട്ട് പാടില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോകുവാൻ കലങ്കിൽ പോയിരിക്കേണ്ട, കവലയിൽ പോയിരിക്കേണ്ട, മറിച്ച് സ്വന്തം വീട്ടിലൊരു മൊബൈൽ ഫോൺ മാത്രം നോക്കിയാൽ മതി. അരുതാത്ത കാഴ്ചകൾ വരും, അരുതാത്തത് കാണും, പ്രലോഭനങ്ങളിലേക്ക് പോകും. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ളതായ ലൈംഗിക അധാർമികത ഏറ്റവും കൂടി വരുന്നു എന്ന് പത്ര റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പ്രിയ ദൈവജനമേ, നാം ചിന്തിക്കണം. ഞാനൊരു ദൈവവൈതലാണ്, വിശ്വസിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് യോസേഫിനെ പോലെ
പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ, നീ എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ മതിയാകൂ. നമ്മുടെ നിത്യപ്രാർത്ഥനാക്രമത്തിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നറിയപ്പെടുന്ന വിശുദ്ധനായ മോർ അഫ്രൈമിൻ്റെ അനുതാപത്തിൻ്റെ കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ, എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള വിചാരമുദിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം കാഴ്ചപ്പാട് എത്രയോ മനോഹരമാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണുകളെ നീ ഒന്ന് കാക്കണമേ, എൻ്റെ കണ്ണിനുമേൽ വിജയം നൽകണമേ, അരുതാത്ത കാര്യങ്ങൾ കേൾക്കുവാനാതിരിക്കാനായിട്ട് എൻ്റെ കാതുകളിന്മേൽ വിജയം നൽകണമേ, ദോഷം ചിന്തിക്കാതെ എൻ്റെ ഹൃദയത്തെ കാത്തുപരിപാലിക്കണമേ, അരുതാത്ത വാക്കുകൾ പറയാതെ എൻ്റെ അധരങ്ങൾക്ക് നീ കടിഞ്ഞാനിടണമേ എന്നാണ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. നമുക്കും അങ്ങനെയാകണം. യോസേഫിനോടുകൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഇതാ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നുകൊണ്ട് വൈരാഗ്യത്തിന്മേൽ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. ഏറ്റവും അവസാനം ഒരു മന്ത്രിയായെല്ലാം ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നാട്ടിൽ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ അപ്പനായ യാക്കോബ് മറ്റു മക്കളെയെല്ലാം മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുകയാണ് ധാന്യം കൊള്ളുവാൻ. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഈ സഹോദരന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ യോസേഫിനെല്ലാം മനസ്സിലായി, വേണമെങ്കിൽ അധികാര സ്ഥാനമുണ്ട്, ഇവരെല്ലാവരെയും പിടിച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കുവാനുള്ള അധികാരം യോസേഫിനുണ്ടായിരുന്നു. പക്ഷേ ചില പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ, അവരെയെല്ലാം സ്നേഹിച്ച് അവരെ വിളിച്ചിരുത്തി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ആവശ്യമായ ധാന്യം കൊടുത്ത് അവരെല്ലാം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, നല്ല വാക്ക് പറയുന്ന ഒരവസ്ഥയാണ്. ഇവൻ ഞങ്ങളുടെ അനിയനാണെന്ന് മനസ്സിലാകുമ്പോൾ ഈ ചേട്ടന്മാർ പരസ്പരം പറയുന്നുണ്ട്, നമ്മളന്ന് മഹാദോഷമല്ലേ അവനോട് പ്രവർത്തിച്ചത്, അവൻ നമ്മളോട് കെഞ്ചി നിലവിളിച്ചതല്ലേ, ചേട്ടന്മാരെ എന്നെ അടിമയായി വിറ്റുകളരുതേ എന്ന് അപേക്ഷിച്ചതല്ലേ, നമ്മൾ ചെവിക്കൊണ്ടില്ലല്ലോ, ഇവൻ നമ്മളോട് ദോഷം പ്രവർത്തിക്കും, ഇപ്പോൾ അതിനുള്ള അവസരമാണല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 45-4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറി പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്തതൊന്നും സാരമില്ല, അതെല്ലാം ഇപ്പോഴുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുൻപ് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വൈരാഗ്യത്തിന്മേൽ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. കാരണം യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ചിന്തകൻ പറഞ്ഞ് ഇങ്ങനെയാണ്: തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗീയമാണ്, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. നമ്മൾ ചെയ്യാറുണ്ട്. വീണ്ടും നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ക്രിസ്തു തുല്യമാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ്? ക്രിസ്തു തുല്യമായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ട്? വിശുദ്ധ മത്തായി സുവിശേഷം 5:44 ക്രിസ്തു പറഞ്ഞു, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സഹോദരങ്ങളെ, യേശുക്രിസ്തു പറഞ്ഞതായ ആ തിരുവചനം ദശാബ്ദങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിറവേറ്റിയവനാണ് നമ്മുടെ യോസേഫ്. കാരണം യോസേഫിനോടുകൂടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നു. ആ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് കഷ്ടതയുടെ നടുവിലാണെങ്കിൽ പോലും ഇതാ ഈ 2-3 കാര്യങ്ങൾ വിജയം നേടുവാനായിട്ട് യോസേഫിന് സാധിച്ചു. 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ സിംഗപ്പൂരിലെ ബിഷപ്പായിരുന്ന ജോൺ ലിയാനോഡ് വിൽസൺ, അദ്ദേഹത്തെ ജപ്പാൻകാർ തടവറയിൽ അദ്ദേഹം അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുകയാണ്. പക്ഷേ അവിടെ അദ്ദേഹമെല്ലാം വലിയ സ്നേഹത്തോടെ അവരോട് പെരുമാറി. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി. അന്ന് അദ്ദേഹത്തെ പണ്ട് പീഡിപ്പിച്ചതായ ആ പടയാളികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് അവരെല്ലാവരും മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായി മാറി. പിന്നീട് ആ പടയാളികൾ ചോദിച്ചു, അല്ല തിരുമേനി കാര്യം ചോദിച്ചിട്ടെ, തിരുമേനി എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കാതിരുന്നത് കാലഘട്ടത്തിൽ? ആ ബിഷപ്പ് മറുപടി പറഞ്ഞു, ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ദൈവം എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയല്ല ചെയ്ത്, മറിച്ച് തടവറയിൽ പീഡനങ്ങൾ സഹിക്കാനുള്ള കൃപ എനിക്ക് നൽകി, എന്നെ അനുഗ്രഹിച്ചു എന്ന് തിരുമേനി പറഞ്ഞു. വീണ്ടും അവർ ചോദിച്ചു, ഞങ്ങൾ അങ്ങയെ പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ശപിക്കാതിരുന്നത്? അങ്ങയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ ശപിക്കാമായിരുന്നല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു,
ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്, എല്ലാവരും സഹോദരന്മാരാണ് എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ശപിക്കുവാൻ എനിക്കാവില്ല മക്കളെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഇതാ ആ തടവറയിൽ യൗസേഫിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി ഇവൻ്റെ കൂടെ ദൈവമുണ്ടല്ലോ. അതുകൊണ്ടാണ് മറ്റ് തടവുകാരെയെല്ലാം ബദ്ധന്മാരെയെല്ലാം നോക്കുവാനായിട്ട് ചുമതല യോസേഫിന് ഇദ്ദേഹം കൊടുത്തത്. അവരെ എല്ലാവരും ഭംഗിയായി നോക്കുമെന്ന്, തടവറിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് യോസേഫിനെ കുറിച്ചൊരു ബോധ്യം ഈ കാരാഗ്രഹ പ്രമാണിക്കുണ്ടായിരുന്നു. കാരണം കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നുവെന്ന്. നാം പ്രിയപ്പെട്ടവരെ സ്വന്തമായി പറയുന്ന സാക്ഷ്യമല്ല, മറിച്ച് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യമാണ് നമുക്ക് ഇന്ന് ആവശ്യം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യത്തിൽ ഫറവോ രാജാവ് യോസേഫിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളെക്കുറിച്ച് പറയണം, മറ്റുള്ളവർ പറയുവണം. ദൈവാത്മാവുള്ള ഇവനെപ്പോലെ അല്ലെങ്കിൽ ഇവളെപ്പോലെ മറ്റൊരാളുണ്ടോ, അല്ലെങ്കിൽ ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ ദൈവാത്മാവുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുവാൻ സാധിച്ചാൽ നമ്മെ കണ്ടുകൊണ്ട് സ്വർഗം സന്തോഷിക്കും. യോസേഫിനെ കണ്ടുകൊണ്ട് ഇതാ ഫറവോ രാജാവ് പറഞ്ഞു. കൊടിയ പീഡനങ്ങൾ അധികാരികൾ, ശിഷ്യന്മാർ, യേശുക്രിസ്തു ശിഷ്യന്മാരിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു. അവർ പതറിയില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരെ കണ്ടുകൊണ്ട്, അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ലോകം ലോകർ വിളിച്ചു പറയുകയാണ് അവർ യേശുവിൻ്റെ കൂടെയുള്ളവർ ആണ് എന്ന്. പ്രിയ ദൈവജനമേ, നമ്മളെ കണ്ടുകൊണ്ടും എന്നായിരിക്കും ലോകം പറയുന്നത് ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, ക്രിസ്ത്യാനികളാണ് എന്ന്. ഇതാ ഇവിടെ യോസേഫ് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ നാം മനസ്സിലാക്കുകയാണ്, അവിടെ അവൻ മന്ത്രിയായി ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നിഷ്കളങ്കനായ യോസേഫിനെ ഭാര്യയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പൊത്തിഫേർ തടവറയിലാക്കി. പക്ഷേ ആ തടവറയിൽ നിന്ന് ദൈവം തമ്പുരാൻ അവന് മോചനം കൊടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തി. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഫറവോൻ്റെ 2ാം രഥത്തിൽ, ഫറവോ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ളതായ ആ യോസേഫ് ഇങ്ങനെ രാജകീയ വസ്ത്രമെല്ലാം അണിഞ്ഞുകൊണ്ട് ആ രഥത്തിൽ ആസനസ്ഥനായി ആ രാജവീതിയിലൂടെ എഴുന്നള്ളി വരുമ്പോൾ പടയാളികൾ അല്ലെങ്കിൽ ചേവകർ പറയുകയാണ്, എല്ലാവരും ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറയുമ്പോൾ നമ്മുടെ പൊത്തിഫേർ മാത്രമല്ല, പൊത്തിഫേറിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും ഇതാ യോസേഫിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന കാഴ്ച കണ്ടു. കാരണം യോസേഫിനോടുകൂടെ യഹോവയുടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നു. കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നേരിട്ട് കൊണ്ട് വിജയം വരിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവം തമ്പുരാൻ അവനെ ഉയർത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ കഷ്ടതകളെല്ലാം മാറി അനുഗ്രഹമുള്ള ഒരു കാലത്തിലേക്ക് ദൈവം തമ്പുരാൻ നാം നയിക്കും. തന്നെയുമല്ല, കഷ്ടതകളുടെ സമയത്തിലും സഹിക്കാനുള്ളതായ കൃപ ദൈവം തമ്പുരാൻ തരും. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, യോസേഫിൻ്റെ ജീവിതം സാക്ഷ്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു. വാസ്തവത്തിൽ യോസേഫ് പറഞ്ഞതായ, പൊത്തിഫേറിൻ്റെ ഭാര്യയോട് പറഞ്ഞതായ ആ വാക്ക്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചതായ ആ വാക്ക് പൊത്തിഫേറിൻ്റെ ഭാര്യ മരിക്കുന്ന കാലം വരെയും അവരുടെ ചെവികളിൽ അലയടിച്ചു കൊണ്ടിരുന്ന കാണും. സഹോദരങ്ങളെ, അത് പറയുവാനായിട്ട് യോസേഫിന് കൃപ കിട്ടിയത് ആ ദൈവ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫറവോ അവനെക്കുറിച്ച് പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ? ഇനിയുള്ള നാളുകളിൽ നമ്മെക്കുറിച്ച് മറ്റുള്ള സാക്ഷ്യം പറയുവാൻ ഇടയാകുവാൻ തക്കവണ്ണം നമുക്കും തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇന്ന് കേട്ട വചന ശുശ്രൂഷയോട് ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി. അഭിവൃദ്ധിയിലും സമൃദ്ധിയിലും മാത്രമല്ല ദൈവ സാന്നിധ്യമുള്ളത്, മറിച്ച് കഷ്ടതകളിലും സഹനങ്ങളിലും ദൈവ സാന്നിധ്യമുണ്ട്. നീ ഞങ്ങളുടെ കൂടെയുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും നീ ഞങ്ങളോടൊപ്പമുണ്ട്. കാരണം സഹിക്കാനുള്ള കൃപ നീ തരുന്നുണ്ടല്ലോ. തന്നെയുമല്ല കർത്താവേ, ഈ സഹനത്തിൻ്റെ നാളുകളിലൊക്കെ, ശോധനകളുടെ നാളുകളിലൊക്കെ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്, അതിനെയെല്ലാം നേരിടുവാനായിട്ട്, പ്രലോഭനങ്ങൾ നേരിടുവാനായിട്ട്, പാപയിമ്പങ്ങൾ നേരിടുവാനായിട്ട് നിൻ്റെ സാന്നിധ്യമുണ്ട് ഞങ്ങൾക്കാകുമല്ലോ.
കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് കർത്താവെ തെറ്റുകളോട് ക്ഷമ ചോദിക്കുന്നു. തമ്പുരാനെ, ഇനിയുള്ള നാളുകളിൽ യോസേഫിനെ പോലെ ജീവിതത്തിൽ വിജയം വരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തമ്പുരാനെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമാറാകണമേ. ആ കഷ്ടതകളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക്, മന്ത്രിസ്ഥാനത്തേക്ക് യോസേഫിനെ ഉയർത്തിയതുപോലെ ഈ ദുരിതകാലമെല്ലാം മാറണമേ. കൊറോണ മഹാമാരിക്ക് ശമനമുണ്ടാകണമേ തമ്പുരാനെ. അതോടൊപ്പം തന്നെ യോസേഫിനെ കുറിച്ച് ഫറവോ രാജാവ് പറഞ്ഞതുപോലെ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചതുപോലെ, ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ, സാക്ഷ്യം പറയുവാൻ, ഇവർ ദൈവത്തിന് മക്കളാണ് എന്ന് പറയുവാൻ തക്കവണ്ണം, സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ പോലും, തടവറയിൽ പോലും യോസേഫിന്റെ ജീവിതം കണ്ടുകൊണ്ട്, പെരുമാറ്റം കണ്ടുകൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായല്ലോ, ഇതാ ഇവനോടുകൂടെ ദൈവം ഉണ്ട് എന്ന്, ഞങ്ങളോടുകൂടെ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സർവശുദ്ധന്മാരുടെ മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.